നേരിടാൻ തയ്യാറായി ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറുള്ള ഒരു ലോകം തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. ഇടയ്ക്കിടെ ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെ നമുക്കുള്ള പ്രചോദനങ്ങളാണ്. നിങ്ങളിലെ മാറ്റം അവരെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. പ്രതിബന്ധങ്ങൾ തകർത്ത് മുന്നേറണമെങ്കിൽ തളരാത്ത മനസ്സും പ്രത്യാശയുള്ള ഹൃദയവും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ തനിച്ച് നിൽക്കുമ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പോലെയാകുക. നിലത്ത് വീണാലും വീണ്ടും പോരാടാൻ മുളച്ചു പൊന്തുന്ന ഒരു വിത്ത് പോലെയാകുക. പകയുള്ള ഒരുവൻ സൃഷ്ടിക്കുന്ന അപവാദങ്ങൾ വിഡ്ഢികൾ പ്രചരിപ്പിക്കുകയും മൂഢന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും. സമയം, വാക്ക്, അവസരങ്ങൾ ഇവ മൂന്നും കൈവിട്ടു കളഞ്ഞാൽ തിരികെ ലഭിക്കില്ല. അതിനാൽ സമയം പാഴാക്കാതെ ഇരിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ശിരസ് താഴ്ത്തി നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കൂ. കടന്നുപോയ സമയങ്ങളെയും അനുഭവിച്ച കഷ്ടങ്ങളെയും കുറിച്ച് വിഷമിക്കാതിരിക്കുക. പിന്നീടൊരിക്കൽ നമ്മൾ വിഷമിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവ നമ്മെ കടന്നുപോയത്.